നമുക്ക് റിയൽ എസ്റ്റേറ്റിനകത്ത് നമ്മുടെ അടുത്ത് വരുന്ന ലാൻഡിനെ നമുക്ക് മൂന്നായിട്ട് തരം തിരിക്കാം. ഒന്ന് വാക്കൻ ലാൻഡും, റെസിഡൻഷ്യൽ ലാൻഡും, കൊമേഴ്ഷ്യൽ ലാൻഡും എന്നാണ്. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒന്ന് വേക്കൻ ലാൻഡാണ്. അപ്പോൾ വേക്കൻ ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ ബിൽഡിങ്ങുകളോ ഒന്നും ഇല്ലാതെ പ്ലെയിനായി കിടക്കുന്ന ലാൻഡ് നമ്മൾ വേക്കൻ ലാൻഡ് എന്ന് പറയും. റെസിഡൻഷ്യൽ ലാൻഡ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ വീടോ എന്തെങ്കിലും ഇരിക്കുന്ന ലാൻഡ് റെസിഡൻഷ്യൽ ലാൻഡ്. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളുള്ള ലാൻഡിനെ നമ്മൾ കൊമേഴ്ഷ്യൽ ലാൻഡ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ മൂന്ന് തരത്തിൽ തരംതിരിക്കും. ഇതിനെ മൂന്നിനെയും നമ്മൾ മൂന്ന് രീതിയിലായിരിക്കണം കാണേണ്ടത്. വേക്കൻ ലാൻഡ് ആണെങ്കിൽ നമുക്ക് അവിടെ പല കാര്യങ്ങൾ ചെയ്യാം. എസ്പെഷ്യലി ഇഫ് ഇറ്റ് ഈസ് ഇൻ എ ബിഗ് ഏരിയയിലുള്ളതാണ് എങ്കിൽ അവിടെ നമുക്ക് ജോയിന്റ് വെഞ്ചറിൽ വില്ലാസ് ചെയ്യാനായിട്ട് എടുക്കാം, ബിൽഡിങ്സ് കെട്ടാം. അതുപോലെ തന്നെ വലിയ വലിയ കമ്പനീസിന് നമുക്ക് പല പ്രോജക്റ്റുകൾക്ക് വേണമെങ്കിലും കൊടുക്കാം. ഒത്തിരി പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റുന്നത് വേക്കൻ ലാൻഡാണ്. റെസിഡൻഷ്യൽ ലാൻഡ് എന്ന് വെച്ചാൽ ബിൽഡിംഗ് വീടൊക്കെ ആയിരിക്കും, സെല്ല് ചെയ്ത് പോകാൻ വളരെ പാടായിരിക്കും. അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ റെസിഡൻഷ്യൽ ലാൻഡ് നിങ്ങൾ സെല്ല് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് എപ്പോഴും അത് പർച്ചേസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീലിംഗ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആ ലാൻഡിൻ്റെ അടുത്ത് റെസിഡൻഷ്യൽ ആണെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണോ, നൈബേഴ്സ് ഉണ്ടോ, റോഡിൽ ആ വീട്ടിലോട്ട് വരുന്നതിൻ്റെ ആക്സസ് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ് എങ്കിൽ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് അതിനകത്ത് ഓൾറെഡി ഇൻകം ജനറേറ്റിംഗ് കൊമേഴ്ഷ്യൽ ലാൻഡ് തന്നെയാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പിടിക്കേണ്ടത്. അതിനകത്ത് റെന്റൽ ഇൻകം വരുന്നുണ്ടോ എന്നുള്ളത്. ഇതിലൊരു കാര്യം നിങ്ങൾ നോക്കേണ്ടത്, നമ്മൾ ആ ബിൽഡിങ്ങിന് മുടക്കുന്ന പൈസ ഉണ്ടല്ലോ, ആ ബിൽഡിങ്ങിന് നമ്മൾ മുടക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടിന്റെ 15% പെർ ആനം നമുക്ക് മിനിമം ആ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ നിന്ന് റെന്റ് വരുന്നുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ അതിൽ പൈസ മുടക്കും. അതായത് 1 കോടിക്ക് ഞാനൊരു പ്രോപ്പർട്ടി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് മേടിക്കുകയാണെങ്കിൽ ഒരു വർഷം എനിക്ക് 15 ലക്ഷമെങ്കിലും അതിനകത്ത് നിന്ന് ഇൻകം കിട്ടണം. ചിലപ്പോൾ 10 കോടി രൂപ വാല്യൂ ഉള്ള പ്രോപ്പർട്ടി ആയിരിക്കും. ഓക്കെ, ഞാൻ അതിനകത്ത് നിന്ന് ലോൺ ഇട്ടിട്ട് 1 കോടി രൂപ ഞാൻ കയ്യിൽ നിന്ന് മുടക്കി ബാക്കി പൈസ ലോൺ ഇട്ടായിരിക്കും എടുക്കുന്നത്. എൻ്റെ ഇൻകത്തിൻ്റെ 15% വേണം. ഇല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ FD ഇടുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു